ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിനെ വേറിട്ട ഒരു വ്യക്തിത്വം എന്താണ് എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത്. അതിനാധാരമായി എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം ഞാൻ വായിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നത്, നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കി യേശു ആരാകുന്നു. നാം അറിയുന്ന പലരെയും, നാം സ്നേഹിക്കുന്ന പലരെയും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, കൂടുതൽ അടുത്തറിയുമ്പോൾ നമുക്കവരോടുള്ള സ്നേഹം കുറയും. നമ്മൾ ബഹുമാനിക്കുന്ന പലരെയും കൂടുതൽ അടുത്തറിയുമ്പോൾ അവരോടുള്ള ബഹുമാനം കുറയും. അവരുടെ യഥാർത്ഥ വ്യക്തിത്വം മനസ്സിലാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അറപ്പുണ്ടാകും. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യും, യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്ക്. എത്ര ശ്രദ്ധിച്ച് നോക്കിയാലും യേശുക്രിസ്തുവിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. എത്ര ശ്രദ്ധിച്ച് നോക്കിയാലും യേശുവിനോടുള്ള സ്നേഹം കുറയുകയില്ല. മറിച്ച് കാണും തോറും കാണാൻ ആഗ്രഹം കൂടുകയും, അറിയും തോറും അറിയുവാനുള്ള ആഗ്രഹം കൂടുകയും, ബഹുമാനിക്കും തോറും ബഹുമാനം കൂടി വരികയും, സ്നേഹിക്കും തോറും സ്നേഹം കൂടി വരികയും ചെയ്യുന്ന വ്യക്തിത്വമാണ് ദൈവപുത്രനായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. യേശുക്രിസ്തുവിനെ അറിഞ്ഞവർ അവനെ അടുത്തറിയാൻ ശ്രമിക്കണം. യേശുക്രിസ്തുവിനെ ഒരു പടി കൂടെ അനുഭവിച്ചറിയുവാൻ ശ്രമിക്കണം. യേശുക്രിസ്തുവിനെ എന്താണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്? ഒന്നാമത്, യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്, യേശുക്രിസ്തു ഒരു സൃഷ്ടിയല്ല, അവിടുന്ന് സൃഷ്ടാവാണ്. ഇന്ന് പലരും ആരാധിക്കുന്നത് സൃഷ്ടികളായ ദൈവങ്ങളെയാണ്. എന്നാൽ യേശുക്രിസ്തു ഒരു സൃഷ്ടിയല്ല, അവിടുന്ന് സൃഷ്ടാവാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, അവൻ മുഖാന്തരം ലോകത്തെ ഉളവാക്കി. അതെ, യേശുക്രിസ്തു ലോകത്തെ ഉളവാക്കിയവനാണ്. ലോകത്തിലുള്ള ആരെങ്കിലും യേശുക്രിസ്തുവിനെ ഉളവാക്കുകയല്ല ചെയ്തത്, യേശുക്രിസ്തു ലോകത്തെ ഉളവാക്കിയവനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതില്ല. അതെ, യേശുക്രിസ്തു ഈ കാണുന്ന ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ്. ഈ കാണുന്ന ചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചവനാണ്. ഒരു സൃഷ്ടിയെ ആരാധിക്കാതെ സൃഷ്ടാവിനെ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തതോർത്ത് ഒന്നാമത് ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. രണ്ടാമത്, യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത, അവിടുത്തെ ജനനത്തിൽ അവിടുന്ന് നിസ്തുല്യനായി. നമ്മളാരും ജനിച്ചതുപോലെയല്ല യേശുക്രിസ്തു ഇവിടെ ജനിച്ചത്. നമ്മളൊക്കെ ഇവിടെ യാദൃച്ഛികമായി ജനിച്ചവരാണ്. നമ്മൾ ജനിക്കുന്നതിന് മുൻപ്, നമ്മൾ ജനിക്കുന്ന വിവരം ഇവിടെ പറഞ്ഞവരാരുമില്ല. നമ്മൾ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മളിങ്ങനെ ജനിക്കുമെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. നമ്മൾ ജനിക്കുന്ന സ്ഥലം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തു ജനിക്കുന്നതിന്, അഥവാ മനുഷ്യാവതാരം എടുക്കുന്നതിന് 4000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം ഇങ്ങനെ ഉണ്ടായി, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. സ്ത്രീ ഒറ്റയ്ക്കിരുന്നപ്പോൾ സ്ത്രീയെ പ്രലോഭിപ്പിച്ച് വഞ്ചിച്ച് പാപം ചെയ്യിച്ച പിശാചിൻ്റെ തലയെ തകർക്കുവാൻ യേശുക്രിസ്തു വരുമെന്നുള്ളത് 4000 വർഷങ്ങൾക്ക് മുൻപ്, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് 4000 വർഷങ്ങൾക്ക് മുൻപ് തോട്ടത്തിൽ കേട്ട ശബ്ദമാണ്. യെശയ്യാ 7:14 വ്യക്തമായി പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ ജനനം ഒരു കന്യകയിലൂടെയാണ്. മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, യേശുക്രിസ്തു ബേത്ലഹേം എന്ന ചെറിയ പട്ടണത്തിലാണ് ജനിക്കുന്നതെന്ന്. ശ്രദ്ധിക്കുക, അവിടുത്തെ ജനനത്തെക്കുറിച്ച് ജനിക്കുന്നതിന് 4000 വർഷം മുമ്പ് സൂചന കിട്ടി. അവിടുന്ന് ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് കന്യക ഗർഭിണിയായി അവിടുന്ന് ജനിക്കുമെന്ന് പറയുകയുണ്ടായി. അവിടുന്ന് ജനിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ വംശാവലി ശ്രദ്ധിക്കുമ്പോൾ ഒരു പ്രത്യേകത മനസ്സിലാക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ വംശാവലി എഴുതി വരുമ്പോൾ അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവൻ്റെ സഹോദരന്മാരെ ജനിപ്പിച്ചുവെന്ന് പറഞ്ഞ് ഓരോരുത്തരും ജനിപ്പിച്ച പുരുഷന്മാരുടെ പേരുകൾ പറഞ്ഞ് വംശാവലി തുടരുകയാണ്.
എന്നാൽ വംശാവലിയിൽ മത്തായി സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യാക്കോബ് അവളുടെ ഭർത്താവായ യോസേപ്പിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. യാക്കോബ് മറിയയുടെ ഭർത്താവാകേണ്ട യോസേപ്പിനെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞു. അടുത്തത് യോസേപ്പ് ആരെ ജനിപ്പിച്ചു എന്നല്ല പറയുന്നത്, മറിച്ച് അവളിൽ നിന്ന് ക്രിസ്തു ജനിച്ചുവെന്നാണ് പറയുന്നത്. മനസ്സിലാക്കുക, നമ്മയെല്ലാം നമ്മുടെ പിതാക്കന്മാർ ജനിപ്പിച്ചതാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ ഒരു പുരുഷൻ ജനിപ്പിച്ചതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ കന്യക ഗർഭിണിയായി മനുഷ്യാവതാരം ചെയ്തവനാണ് ദൈവപുത്രനായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ ജനിപ്പിച്ചതല്ല, ജനിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ വേറെ ആരും ലോകത്തുണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു ദൈവവും ലോകത്ത് ജനിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു അവതാരവും ലോകത്ത് ജനിച്ചിട്ടില്ല. യേശുക്രിസ്തു ദൈവം മനുഷ്യനായി ജനിച്ചവനാണ്. അടുത്ത യേശുക്രിസ്തുവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങൾ എല്ലാം തന്നെ നിസ്തുല്യമായിരുന്നു. യേശുവിൻ്റെ എല്ലാ അവകാശവാദങ്ങളെക്കുറിച്ചും ഇന്ന് സംസാരിക്കുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ തനതായ വേറെ ആരും അവകാശപ്പെട്ടിട്ടില്ലാത്ത ഒരു അവകാശവാദം മാത്രം പെട്ടെന്ന് ഓർപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുകയാണ്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. വേറെ ആരും അവകാശപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് യേശുക്രിസ്തു അവകാശപ്പെടുകയാണ്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. അഥവാ യേശുക്രിസ്തു പറയുന്നത്, ഞാനാണ് വഴി, ഞാനല്ലാതെ വേറൊരു വഴിയില്ല. മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ അടുത്തേക്കുള്ള അനേക വഴികളിൽ ഒരു വഴിയാണ് ഞാനെന്നല്ല യേശുക്രിസ്തു പറഞ്ഞത്. ഇന്ന് പലരും ചിന്തിക്കുന്നത്, ഒരുപാട് മതങ്ങളുണ്ട്, ഓരോ മതവും ദൈവത്തിങ്കിലേക്കുള്ള വഴി ചൂണ്ടിക്കാണിക്കുന്നത് പോലെ യേശുവും ഒരു വഴി ചൂണ്ടിക്കാണിക്കാൻ വന്നയാളാണെന്നാണ്. യേശു ഒരു വഴി കാണിപ്പാൻ വന്നയാളല്ല, യേശു വഴിയായിരുന്നു. യേശു അനേക വഴികളിൽ ഒരു വഴിയല്ല. ഇന്ന് എൻ്റെ കേൾവിക്കാർ മനസ്സിലാക്കുക, യേശുക്രിസ്തു ഏക വഴിയാണ്, ഏക സത്യമാണ്, അവിടുന്ന് ജീവനാണ്. അവിടുത്തെ കണ്ടുമുട്ടിയിട്ടല്ലാതെ ആർക്കും പിതാവായ ദൈവത്തെ കാണുവാൻ പറ്റുകയില്ല. യേശുക്രിസ്തു പറഞ്ഞ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുവാൻ യേശുക്രിസ്തു അല്ലാതെ വേറെ വഴിയില്ല. എവിടെയാണ് യേശുക്രിസ്തു ആ വഴി തുറന്നത്? കാൽവറി ക്രൂശിലാണ്. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശു തൻ്റെ ദേഹമെന്ന തിരശീല രണ്ടായി കീറിക്കൊണ്ട് ജീവനുള്ള ഒരു പുതിയ വഴി തുറന്നു. ഏത് മനുഷ്യനും കൃപാസനത്തോടടുത്ത് വരുവാൻ, ദൈവത്തിൻ്റെ അടുത്തേക്ക് അടുത്ത് വരുവാൻ യേശുക്രിസ്തു വഴി തുറന്നിരിക്കുകയാണ്. അനേക വഴികളിൽ ഒരു വഴിയല്ല യേശുക്രിസ്തു എന്ന് മനസ്സിലാക്കി ഇതുവരെയും ഏക വഴിയിലൂടെ ദൈവത്തിൻ്റെ അടുക്കൽ എത്തിയിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, യേശു എന്ന വഴിയിലൂടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതെ, യേശുക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങളിൽ യേശു നിസ്തുല്യനായിരുന്നു. വേറെ ഒരു മതവും ഇത് അവകാശപ്പെട്ടിട്ടില്ല, വേറെ ഒരു ദേവന്മാരും ഇത് അവകാശപ്പെട്ടിട്ടില്ല. യേശു അവകാശപ്പെട്ടു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അടുത്ത്, യേശുക്രിസ്തുവിൻ്റെ ജീവിതം നിസ്തുല്യമായിരുന്നു. യേശു ജനിച്ചതുപോലെ ആരും ജനിച്ചിട്ടില്ല. യേശു അവകാശപ്പെട്ടതുപോലെ ആരും നിസ്തുല്യത അവകാശപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ശ്രദ്ധേയമായ കാര്യമാണ്, യേശു ജീവിച്ചതുപോലെ ആരും ഇവിടെ ജീവിച്ചിട്ടില്ല. സാധാരണ ആളുകൾ ജീവിച്ചതുപോലെയല്ല യേശു ജീവിച്ചത്. എന്താണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 46-ാം വാക്യത്തിൽ ഒരു കൂട്ടം ആളുകളോട് യേശുക്രിസ്തു തൻ്റെ ഇടത്തോടുകൂടെ പറയുന്ന ഒരു വാചകമാണിത്: നിങ്ങളിൽ ആർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? യേശുക്രിസ്തു ചോദിക്കുകയാണ്, നിങ്ങൾക്കാർക്കെങ്കിലും എൻ്റെ ഏതെങ്കിലും ഒരു പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുമോ? പിശാചിനെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞിങ്ങനെയാണ്: ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, എനിക്ക് അവനോടൊരു കാര്യവുമില്ല, ഞങ്ങൾ തമ്മിൽ ഒരിടപാടുമില്ല, അവൻ്റെ ഒരു ചരക്കും എൻ്റെ കയ്യിലില്ല. 33.5 തിരുവയസ്സ് വരെ ഈ ലോകത്ത് ജീവിച്ചണക്കെ ഒരു പാപവും ചെയ്യാത്ത
ഒരൊറ്റ വ്യക്തിത്വമേ ഉള്ളൂ, അത് ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്. ഇവിടെ ജനിച്ചവരെല്ലാം പാപികളാണ്, ജനിച്ചവരെല്ലാം പാപം ചെയ്യുന്നവരാണ്. എന്നാൽ 33.5 വയസ്സ് വരെ ഇവിടെ ജീവിച്ച യേശു ക്രിസ്തു ചെയ്ത ഒരു തെറ്റിനെക്കുറിച്ച് വിളിച്ചു പറയുവാൻ ആരുമുണ്ടായിരുന്നില്ല. 30 വെള്ളിക്കാശിന് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത, അവനെ കാണിച്ചു കൊടുത്ത യൂദ അനുദപിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, കുറ്റമില്ലാത്തവൻ്റെ രക്തം ഞാൻ കാണിച്ചു കൊടുത്തു. അതെ, യൂദയ്ക്ക് മനസ്സിലായി അവിടുന്ന് കുറ്റമില്ലാത്തവനായിരുന്നുവെന്ന്. അവിടുത്തെ വിസ്തരിച്ച ന്യായാധിപൻ പീലാത്തോസ് വിസ്താരം കഴിഞ്ഞിട്ട് പറയുന്ന ഇതാണ്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പല പ്രാവശ്യം വിസ്തരിച്ചു, പല സാക്ഷികളെ വിസ്തരിച്ചു, എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ന്യായാധിപൻ പറയുന്ന ഇതാണ്, അയ്യോ ഇല്ല, ഞാനിവനിൽ ഒരു തെറ്റും കാണുന്നില്ല. സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം സർട്ടിഫൈ ചെയ്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ന്യായാധിപനായ പീലാത്തോസിൻ്റെ ഭാര്യ യേശുവിൻ്റെ വിസ്താരവേളയിൽ ഒരു കുറിപ്പ് കൊടുത്തയച്ചു പീലാത്തോസിന്. അവളൊരു സ്വപ്നം കണ്ടിട്ട് പറയുന്നു, ഈ നീതിമാൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. പിശാചുക്കൾ യേശുവിനെ കണ്ടിട്ട് പറയുന്നത്, ഇവൻ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്നാണ്. അതെ, ലോകത്ത് പരിശുദ്ധനായി ഒരാൾ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. തെറ്റ് ചെയ്യാത്തവനായി ഒരാൾ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. പാപമില്ലാത്തവനായി, പാപം ചെയ്യാത്തവനായി ഒരാൾ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, അത് ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്. യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് യേശുവിൻ്റെ ഗിരിപ്രഭാഷണം കേട്ട് കഴിഞ്ഞിട്ട് കേൾവിക്കാർ പറയുന്നൊരു അഭിപ്രായ പ്രകടനമുണ്ട്. അതിങ്ങനെയാണ്, നമ്മുടെ ശാസ്ത്രിമാരെ പോലെ അല്ല അവൻ അധികാരമുള്ളവനായിട്ടത്രേ ശുശ്രൂഷിക്കുന്നത്. ശാസ്ത്രിമാരുടെ പ്രസംഗം അവർ കേട്ടിട്ടുണ്ട്, ശുശ്രൂഷ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ യേശുവിൻ്റെ പ്രസംഗം കേട്ടിട്ട് അവർ പറഞ്ഞു, ഇത് നമ്മുടെ ശാസ്ത്രിമാരെ പോലൊന്നുമല്ല, അവൻ അധികാരമുള്ളവനാണ്. മറ്റൊരവസരത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 46-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, മഹാപുരോഹിതന്മാരും പരീശന്മാരും കൂടെ യേശുവിനെ പിടിച്ചുകൊണ്ടുവരുവാൻ ചേവകരെ അയച്ചു. ആ ചേവകർ യേശുവിനെ പിടിക്കാൻ പോയി. പക്ഷേ അവർ വെറും കൈയോടെ തിരിച്ചു വന്നു. വെറും കൈയോടെ തിരിച്ചു വന്നപ്പോൾ മഹാപുരോഹിതന്മാരും പരീശന്മാരും ചോദിച്ചു, എന്താ അവനെ പിടിച്ചുകൊണ്ട് വരാഞ്ഞേ? നിങ്ങളവനെ പിടിക്കാൻ പോയിട്ട് എന്താ വെറുതെ ഇങ്ങ് വന്നത്? അപ്പോൾ അവർ പറയുന്ന മറുപടിയാണ്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ വേറെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. അവിടുത്തെ സംസാരം കേട്ടവർക്ക് മനസ്സിലായി, അവിടുത്തെ പ്രഭാഷണം കേട്ടവർക്ക് മനസ്സിലായി, ഇതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. അവൻ്റെ വായിലെ ലാവണ്യ വാക്കുകൾ കേട്ടവർക്ക് മനസ്സിലായി, അവിടുന്ന് വ്യത്യസ്തയുള്ളവനാണ്. വേറെ ആരും സംസാരിച്ചതുപോലെയല്ല അവിടുന്ന് സംസാരിക്കുന്നത്, വേറെ ആരും പറഞ്ഞ കാര്യങ്ങളല്ല അവിടുന്ന് പറയുന്നത്. അവിടുന്ന് അധികാരമുള്ളവനായിട്ടാണ് ശുശ്രൂഷിച്ചത്. എന്താണ് യേശുക്രിസ്തുവിൻ്റെ അധികാരങ്ങൾ? പ്രധാനമായി 3 അധികാരങ്ങൾ സൂചിപ്പിക്കാം. യേശുവിന് പല അധികാരങ്ങളുണ്ട്, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയുമായി ബന്ധപ്പെട്ട് 3 പ്രത്യേക അധികാരങ്ങൾ യേശുവിന് ഉണ്ടായിരുന്നു. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ യേശുവിനെക്കുറിച്ച് വായിക്കുന്നത്, അവൻ പാപം ക്ഷമിക്കുന്നവനാണ്, എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. അപ്പോൾ യേശുവിൻ്റെ അധികാരങ്ങളിൽ ഏറ്റവും പ്രധാനമായ അധികാരം, യേശുവിന് പാപങ്ങൾ ക്ഷമിപ്പാൻ അധികാരമുണ്ട്. എന്തുകൊണ്ട് യേശുവിന് പാപങ്ങൾ ക്ഷമിപ്പാൻ അധികാരമുണ്ടെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനമായി പറയാനുള്ള മറുപടി, യേശു പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയവനാണ്. പാപത്തിന് പരിഹാരമുണ്ടാക്കിയവന് പാപം ക്ഷമിപ്പാൻ പറ്റും. മറ്റൊന്ന്, യേശു പാപം ചെയ്യാത്തവനാണ്. പാപം ചെയ്യാത്തവനും പാപത്തിന് പരിഹാരമുണ്ടാക്കിയവനും മാത്രമേ പാപം ക്ഷമിപ്പാൻ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ അവകാശപ്പെടാൻ വേറെ ആർക്കെങ്കിലും കഴിയുമോ? പാപം ചെയ്തിട്ടില്ലാത്തതും പാപത്തിന് പരിഹാരമുണ്ടാക്കിയിട്ടുള്ളതുമായ ഒരേ ഒരാളേ ഉള്ളൂ, അത് ദൈവപുത്രനായ യേശുക്രിസ്തുവാണ്. ഇന്ന് പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ് യേശുക്രിസ്തു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് പട്ടണത്തിലെ പാപിനിയായൊരു സ്ത്രീയെ എല്ലാവരും കൂടെ പിടിച്ച് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണ്. അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് യേശു പറയുമെന്ന് വിചാരിച്ചാണ് അവളെ പിടിച്ചുകൊണ്ട് വന്നവരവിടെ വന്നത്. പക്ഷേ യേശു അവളെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ്. കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടപ്പോൾ യേശു അത് കേട്ടുകൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. അവരെല്ലാവരും
പാപത്തിൻ്റെ മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം ഓരോരുത്തരായി വിട്ടുപോയി. യേശു അവളോട് പറയുന്നത്, മകളെ, നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, ഇനി മേലാൽ നീ പാപം ചെയ്യരുത്. അതെ, യേശു പാപികളെ ശിക്ഷിക്കുവാനല്ല വന്നത്, പാപികളെ രക്ഷിക്കുവാനായിട്ടാണ് വന്നത്. യേശുവിന് മാത്രമുള്ള അധികാരമാണ് പാപം ക്ഷമിപ്പാനുള്ള അധികാരം. യേശുവിന് മാത്രം ലഭിച്ചിട്ടുള്ളതാണ്. പാപം ക്ഷമിപ്പാൻ യേശുവിന് അധികാരമുണ്ട്. രണ്ടാമത് യേശുവിൻ്റെ അധികാരം, മത്തായി സുവിശേഷം 15-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശുവിൻ്റെ അടുക്കൽ മുടന്തരെ കൊണ്ടുവന്നു, കുരുടരെ കൊണ്ടുവന്നു, ഊമരെ കൊണ്ടുവന്നു, കൂനരെ കൊണ്ടുവന്നു. അവരെ എല്ലാം യേശു സൗഖ്യമാക്കി. ഏത് രോഗവും സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. നിങ്ങളുടെ രോഗം എന്തുമാകട്ടെ, ഏതെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങളെ തള്ളിയതായിരിക്കട്ടെ, ഏതെല്ലാം മരുന്ന് കഴിച്ചിട്ടും നിങ്ങൾക്ക് വിടുതൽ കിട്ടാതിരിക്കട്ടെ, പക്ഷേ നിരാശരാകേണ്ട, യേശുവിന് നിങ്ങളുടെ രോഗം സൗഖ്യമാക്കുവാൻ കഴിയും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ യേശുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ 38 വർഷമായി പക്ഷപാതം പിടിച്ച് കിടന്നൊരു മനുഷ്യനെ യേശു സൗഖ്യമാക്കി. 18 വർഷം കൂനിയായിരുന്നൊരു സ്ത്രീയെ യേശു സൗഖ്യമാക്കി. 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെ യേശു സൗഖ്യമാക്കി. 12 വർഷമോ 18 വർഷമോ 38 വർഷമോ രോഗിയായിരുന്നതൊന്നും യേശുവിന് പ്രശ്നമില്ല. നിങ്ങളുടെ രോഗങ്ങൾ എത്ര പഴകിയതാണെങ്കിലും, നിങ്ങളുടെ രോഗങ്ങൾ എത്ര കഠിനമാണെങ്കിലും യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശു രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ അധികാരമുള്ളവനാണ്. 103-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ നമ്മുടെ അകൃത്യമൊക്കെയും ക്ഷമിക്കുകയും സകല രോഗങ്ങളെയും സൗഖ്യമാക്കുകയും ചെയ്യുന്നവനാണ്. അതെ, യേശു പാപം ക്ഷമിക്കുന്നവനും രോഗം സൗഖ്യമാക്കുന്നവനുമാണ്. മൂന്നാമത്, യേശുവിൻ്റെ അധികാരങ്ങളിൽ സുപ്രധാനമായൊരു അധികാരമാണ് ന്യായവിധിക്കുള്ള അധികാരം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു. അതെ, ഒരു ന്യായവിധിയുണ്ട്. മനുഷ്യൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ്. സാധാരണ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കാരോടും കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കിപ്പോൾ പാസ്റ്ററോട് കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, സഹോദരനോട് എനിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ ഓടി നിൻ്റെ പാട്ടിന് പോകും, നിന്നോട് എനിക്കിപ്പോൾ കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അധ്യാപകരോട് കുട്ടികൾ പറയും, എനിക്കിപ്പോൾ സാറിനോട് കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, ആരോടെല്ലാം വേണമെങ്കിലും എനിക്ക് തന്നോട് കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് തെറ്റി വഴിയാം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ ദൈവത്തോട് കണക്ക് ബോധിപ്പിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. ആ ജീവിതം നിങ്ങൾ എങ്ങനെ ജീവിച്ചുവെന്നുള്ളത് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെ സമയം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ സമയം എങ്ങനെ ഉപയോഗിച്ചുവെന്നുള്ളതിന് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ കഴിവുകൾ നിങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെ അവസരങ്ങൾ സേവനത്തിനായി ദൈവം തരുന്ന അവസരങ്ങളാണ്. അത് നിങ്ങളെ എങ്ങനെ ഉപയോഗിച്ചുവെന്ന് ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെ സമ്പത്ത് ദൈവം തന്ന ദാനമാണ്. അതെങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളത് നിങ്ങൾ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. അഥവാ നമ്മുടെ ജീവിതത്തിന് മുഴുവൻ, നമ്മുടെ കഴിവുകൾക്ക് മുഴുവൻ, നമ്മുടെ സമയത്തിന് മുഴുവൻ, നമ്മുടെ സമ്പാദ്യത്തിന് മുഴുവൻ നമ്മൾ ഒരു ദിവസം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ്. അവൻ നിന്നോട് കണക്ക് ചോദിക്കുമ്പോൾ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കണം. വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മരണത്തോടുകൂടെ ജീവിതം അവസാനിക്കുന്നില്ല. മരണമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ മറ്റൊരവസ്ഥയിലേക്കുള്ള പ്രവേശനം മാത്രമാണ്. മരണം കൊണ്ടെല്ലാം തീരുകയല്ല, ഇല്ലാതെ പോവുകയല്ല ചെയ്യുന്നത്. മറ്റ് സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അതാണ്. മനുഷ്യന് മരണാനന്തരം ഒരു ജീവിതമുണ്ട്. മനുഷ്യനിൽ ഒരാത്മാവുണ്ട്, അതിന് മരണമില്ല. മനുഷ്യന് നിത്യതയുണ്ട്. മനുഷ്യൻ നിത്യതയ്ക്കായി സൃഷ്ടിക്കപ്പെട്ടവനും നിത്യത ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ നിയമിച്ചിരിക്കുന്നതുമാണ്.
ഇതുവരെയും നിങ്ങളുടെ നിത്യതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ, ന്യായവിധിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ, മനസ്സിലാക്കുക, യേശു ന്യായം വിധിപ്പാൻ അവകാശമുള്ളവനാണ്. ഒരു ദിവസം നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. നമ്മളെങ്ങനെ ജീവിച്ചു, എങ്ങനെ സമയം ചെലവഴിച്ചു, ഇതെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. ഒരുപക്ഷെ മനുഷ്യരെ നമുക്ക് മറയ്ക്കാൻ പറ്റും. മനുഷ്യർ നമ്മളെക്കുറിച്ച് അറിയാത്ത പല കാര്യങ്ങളുണ്ട്. മനുഷ്യരെ നമുക്ക് മറയ്ക്കാൻ പറ്റും. പക്ഷേ ദൈവത്തെ നമുക്ക് മറയ്ക്കാൻ പറ്റുകയില്ല. ഒരു ചെറിയ ഉദാഹരണം വേദപുസ്തകത്തിൽ നിന്ന് തന്നെ പറയാം. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ പത്രോസ് വന്ന് പറഞ്ഞു, കർത്താവേ, ഞാൻ പള്ളിയിൽ കരം കൊടുത്തിട്ടില്ല. കർത്താവ് ചോദിച്ചു, എത്ര പൈസയാ? 2 ബ്രഹ്മപ്പണം. അപ്പോഴാണ് യേശു പറഞ്ഞു, ഞാനും കൊടുത്തിട്ടില്ല. അപ്പോൾ 4 ബ്രഹ്മപ്പണം വേണം 2 പേരുടെയും കൂടെ കരം കൊടുക്കാൻ. അതിന് യേശു പത്രോസിനോട് പറഞ്ഞ ഒരു വഴിയുണ്ട്. പത്രോസിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീ പോയി കടലിൽ ചൂണ്ടയിടണം. ചൂണ്ടയിൽ കൊത്തുന്ന മത്സ്യത്തിൻ്റെ വായിൽ ഒരു ചതുർബ്രഹ്മപ്പണം ഉണ്ടെന്ന് പറഞ്ഞു. പത്രോസ് പോയി ചൂണ്ടയിട്ടു, ഒരു മീനെ പിടിച്ചു. മീനെ പിച്ചാത്തി വെച്ച് മുറിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഒരു നാണയത്തൊട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി അത് ചതുർബ്രഹ്മപ്പണമാണ്. പക്ഷെ പത്രോസ് ഈ പണം കണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, മീനിനെ പിടിച്ച് വയറ് കീറി നാണയം പുറത്തെടുത്തപ്പോഴാണ് ഇത് കാണാൻ പറ്റിയത്. പക്ഷേ ഈ മത്സ്യം കടലിൻ്റെ അടിത്തട്ടിലൂടെ ഊളിയിട്ട് നടക്കുമ്പോഴേ യേശു കർത്താവ് പറഞ്ഞു, മത്സ്യത്തിൻ്റെ വയറ്റിൽ ഒരു ചതുർബ്രഹ്മപ്പണമുണ്ടെന്ന്. പത്രോസിൻ്റെ ചൂണ്ടയിൽ കൊത്താനിരിക്കുന്ന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുന്നത് ഏത് തുട്ടാണെന്ന് കരയിൽ നിൽക്കുന്ന യേശുവിനെ കാണാൻ കഴിഞ്ഞെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുകൂടെ പോകുന്ന കാര്യങ്ങൾ യേശുവിനെ കാണാം. അവിടുത്തെ കണ്ണിന് മറവായിരിക്കുന്നതൊന്നുമില്ല. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ എല്ലാം കാണുന്നുണ്ട്. ഒരു ന്യായവിധിയുണ്ട്. ന്യായവിധിക്കുള്ള അധികാരം ദൈവം യേശുക്രിസ്തുവിനെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു നിസ്തുല്യത, യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ അവിടുന്ന് നിസ്തുല്യനായി. ആരും ജനിച്ചതുപോലെയല്ല യേശു ജനിച്ചത്, ആരും ജീവിച്ചതുപോലെയല്ല യേശു ജീവിച്ചത്. അതുപോലെ തന്നെ നിസ്തുല്യമായൊരു കാര്യമാണ്, വേറെ ആരും മരിച്ചതുപോലെയല്ല യേശു മരിച്ചത്. യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു കൊലപാതകമല്ല. യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു അകാല ചരമമല്ല. യേശുക്രിസ്തുവിൻ്റെ മരണം ഒരാകസ്മിക മരണമല്ല. യേശുക്രിസ്തുവിൻ്റെ മരണം ആത്മഹത്യയല്ല. യേശുക്രിസ്തുവിൻ്റെ മരണം ഒരപകടവുമല്ല. പിന്നെന്താണ് യേശുക്രിസ്തുവിൻ്റെ മരണം? യേശുക്രിസ്തുവിൻ്റെ മരണം നിസ്തുല്യനായ ദൈവപുത്രൻ്റെ നിസ്തുല്യമായ മരണമാണ്. യഹൂദന്മാർ യേശുവിനെ തല്ലിക്കൊന്നതല്ല. യേശുവിൻ്റെ മരണം കൊലപാതകമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്താ യേശുവിൻ്റെ മരണം? യേശുവിൻ്റെ മരണത്തിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ ക്രൂശീകരിക്കപ്പെടുന്ന ആളുകളെല്ലാം രക്തം വാർന്ന് അബോധാവസ്ഥയിലെത്തിയിട്ടാണ് മരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു അബോധാവസ്ഥയിലല്ല മരിക്കുന്നത്. യേശു മരിക്കുന്നതിന് തൊട്ട് മുൻപ് നാം വായിക്കുന്നത്, അവൻ ഉറക്ക നിലവിളിച്ചു. അപ്പോൾ ഉറക്ക നിലവിളിക്കണമെങ്കിൽ അവിടുത്തേക്ക് സുബോധമുണ്ടായിരുന്നു. മാത്രമല്ല നാം വായിക്കുന്നത്, അവിടുന്ന് പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, പിതാവേ, എൻ്റെ പ്രാണനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി തൻ്റെ ജീവനെ അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. യേശു തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു. അത് കൊലപാതകമല്ല, അത് അപകടമല്ല, അത് ആകസ്മിക മരണമല്ല, അത് അകാല ചരമമല്ല. പിന്നെയോ അവിടുത്തെ ജീവൻ അവിടുന്ന് ദൈവത്തിൻ്റെ പക്കലേക്ക് കൊടുക്കുകയായിരുന്നു. അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് ജീവനെ കൊടുക്കുവാനും തിരികെ പ്രാപിപ്പാനും അധികാരമുണ്ട്. അതെ, അവിടുന്ന് ജീവൻ കൊടുക്കുക മാത്രമല്ല ചെയ്തത്, 3-ാം ദിവസം കല്ലറകളെ ഭേദിച്ചുകൊണ്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ലോകത്തിലെ എല്ലാ മഹാന്മാരുടെയും ചരിത്രം അവരുടെ മരണത്തോടുകൂടെ അവസാനിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തു മരണത്തെ ജയിച്ചവനാണ്. ലോകത്തെ വെല്ലുവിളിച്ച മഹാരഥന്മാരെല്ലാം ലോകത്തെ വെട്ടിപ്പിടിച്ചെങ്കിൽ യേശുക്രിസ്തു മരണത്തെ വെട്ടിപ്പിടിച്ചവനാണ്. എല്ലാവരെയും പരാജയപ്പെടുത്തിയവരെ മരണം പരാജയപ്പെടുത്തിയെങ്കിൽ യേശു മരണത്തെ പരാജയപ്പെടുത്തിയവനാണ്. അതെ, നിസ്തുല്യനായ ദൈവപുത്രൻ്റെ നിസ്തുല്യമായ മരണം പോലെ തന്നെ അവിടുന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ ശേഷം അവിടുന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മാത്രമല്ല
അവിടുന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ശിഷ്യന്മാർക്ക് ഉറപ്പ് കൊടുത്തൊരു കാര്യമുണ്ട്. അതും നിസ്തുല്യമാണ്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കേണ്ടതിന് വീണ്ടും വരും. ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. മരണത്തോടുകൂടെ എല്ലാ മഹാന്മാരുടെയും ചരിത്രം അവസാനിച്ചെങ്കിൽ യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് തനിക്കായി കാത്തിരിക്കുന്ന രക്ഷയ്ക്കായി വീണ്ടും വരുന്നവനാണ്. ഇനി ലോകത്ത് സംഭവിപ്പാനുള്ള ഏറ്റവും വലിയ സംഭവം യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അങ്ങയെക്കുറിച്ച് സംസാരിപ്പാൻ അവസരം തന്നതിനായി സ്തോത്രം. അവിടുത്തെ നിസ്തുല്യത ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനായിട്ട് സ്തോത്രം. ഈ നിസ്തുല്യനായ ദൈവപുത്രനെ രക്ഷിതാവായി കർത്താവായി അംഗീകരിച്ചുകൊണ്ട് ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് പാപങ്ങളെ ക്ഷമിക്കുന്നവനാണല്ലോ, രോഗങ്ങൾ സൗഖ്യമാക്കുന്നവനാണല്ലോ. ഇന്ന് ഞങ്ങളെ കേട്ടവരിൽ ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ അവിടുത്തെ വചനമയച്ച് അവിടുന്ന് അവരെ സൗഖ്യമാക്കണമേ. ഭാരങ്ങൾ പ്രയാസങ്ങളിലൂടെ പോകുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുമാറാകണമേ എന്ന് ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണം. മഹത്വമെല്ലാം അങ്ങെടുക്കണം. ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതൊന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ മറക്കരുത്. തുടർന്ന് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ്, ബേത്ലഹേം മിനിസ്ട്രീസ്, താമല്ലാക്കൽ PO, ഹരിപ്പാട്. പിൻകോഡ് 690549. ഫോൺ 9605521715, 0479241981. ഇമെയിൽ pastorphilippithomas@gmail.com.